എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീം. നല്ല ടേസ്റ്റി ഐസ്ക്രീമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ചൊന്ന് മെൽറ്റായി പോയിട്ടുണ്ട്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. പാൽ ഒരു 2.5 കപ്പ് പാൽ വേണം. ഹണി 2 ടേബിൾ സ്പൂണ്. ഫിഗ് 100 ഗ്രാം. നെക്സ്റ്റ് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഒരു 150-175 ഗ്രാമിൻ്റെ അത്ര എടുത്താൽ മതി. കാരണം മധുരം നല്ലോണം വേണമെങ്കിൽ 200 ഗ്രാം എടുത്തോ. പിന്നെ ഫ്രഷ് ക്രീം 150 ഗ്രാം. പിന്നെ വെള്ളം ഒരു 75 ml. പിന്നെ കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂണാണ്. പിന്നെ വാനില എസൻസ് 1-2 ഡ്രോപ്സ്. പിന്നെ ഹാസൽനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് റോസ്റ്റ് ചെയ്തിട്ട് ബട്ടറിൽ റോസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, വേണമെങ്കിൽ എടുത്താൽ മതി നട്ട്സ്. നമുക്കിവിടെ ആ വെള്ളം 75 ml വെള്ളം ഒഴിച്ചിട്ട് ഈ ഫിഗ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അതൊരു കുക്ക് ചെയ്തിട്ടെടുക്കാം. ആ സമയത്ത് നമ്മൾ കോൺഫ്ലവർ കുറച്ച് പാലൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2.5 കപ്പ് പാലാണ്. 250 ml പാലാണ് വേണ്ടത്. 2.5 കപ്പ് പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെടുത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തോളൂ. കാരണം ചില ആൾക്ക് നല്ല മധുരം വേണം, ചില ആൾക്ക് മധുരം കുറച്ചേ വേണ്ടി വരും. ഇതാ നമ്മൾ കോൺഫ്ലവർ അത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഫിഗ് ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അത് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതേപോലെ ആക്കിയെടുക്കണം. ഇതാ കോൺഫ്ലവർ മിക്സ് റെഡി ആയിരിക്കുകയാണ്. അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം അതും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹണി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഫിഗ് കൂടി അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാസൽനട്ട്, ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഞാൻ ഹാസൽനട്ട് എടുത്തിരിക്കുന്നത്. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നട്ട്സ് കടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കാം. അതിനിടയ്ക്ക് ഒന്ന് പകുതി സെറ്റായി കഴിഞ്ഞാൽ ഇതൊന്ന് എടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് വെക്കുക. എൻ്റേത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ലോണം സെറ്റായിട്ടില്ല. പകുതി സെറ്റായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത്ര സെറ്റായിട്ടില്ല. നല്ല അടിപൊളി ടെക്സ്ചറായിരിക്കും ഇത് കറണ്ട് ഉണ്ടെങ്കിൽ. ഞാൻ കുറേ മുമ്പ് ഇത് ആക്കിയതാണ്, കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.